എങ്കിലും ഞാൻ ഒന്നുകൂടി നമുക്ക് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. നമ്മുടെ പിങ്ക് ജോബ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ്. ഓക്കെ. കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ നാപ്കിൻ ബ്രാൻഡായ ഫെയർവിങ്സ് നടപ്പാക്കുന്ന ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതിയൊക്കെ ഒരുപാട് ആൾക്കാർ നടപ്പിൽ വരുത്തുന്നുണ്ട്. ഇപ്പൊ സർക്കാർ ആയാലും അതുപോലെ പല തരത്തിലുള്ള നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നിയമങ്ങൾ പോലും നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു സ്ത്രീ സ്വന്തമായി ശാക്തീകരിക്കപ്പെടേണ്ടത് അവൾക്ക് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ്, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഒരു കുടുംബത്തിനകത്ത് ഒരാൾക്ക് മാത്രം വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. നമ്മുടെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വരവുകൾ നമുക്ക് വരുന്ന വരവുകൾ എപ്പോഴും ഒരു കഴുതയുടെ രൂപത്തിൽ ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ വരും. പക്ഷെ ഒരു കുതിരയുടെ രൂപത്തിൽ നമ്മുടെ ചിലവുകൾ അങ്ങ് കഴിഞ്ഞു പോവുകയും ചെയ്യും. അത്രയ്ക്കും നമ്മൾ വല്ലാത്തൊരു ഇതിലൂടെയാണ് നമ്മളൊരു വിലക്കയറ്റം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ ഒരു സ്ത്രീ എല്ലാ നിലയിലും, ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം, നമ്മൾ മെന്റലി ഫിസിക്കലി കൂടി നമ്മൾ സ്ട്രോങ് ആവണം. ക്യാഷ് കിട്ടിയത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ ഒരിക്കലും സ്ട്രോങ് ആവില്ല. അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, മെന്റലി നമ്മൾ എപ്പോഴും നല്ലൊരു സ്ട്രെങ്ത് കൈവരിക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സ്ട്രെങ്ത് കൂടുമ്പോഴാണ് ഒരു സ്ത്രീ എപ്പോഴും ശാക്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇതുവഴി നമുക്ക് തരുന്നുണ്ട്, അല്ലെ? നമ്മളൊക്കെ സാധാരണ വീട്ടമ്മമാരാണ്, എപ്പോഴും നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, നമ്മുടെ ഈ ഒരു ഫെയർവിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ ഒരു നാപ്കിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ്സുകളൊക്കെ തരുന്നത് നമ്മുടെ വിംബിൾ അക്കാഡമി ഫൗണ്ടറും അതുപോലെ സൈക്കോളജിസ്റ്റും കൗൺസിലറൊക്കെ ആയ നമ്മുടെ മാസ്റ്റർ ട്രെയിനറായ നമ്മുടെ ഫൈസൽ സാറാണ് നമുക്കിവിടെ സെയിൽസ് ട്രെയിനിങ് ഒക്കെ തരുന്നത്. എപ്പോഴും നമുക്കൊപ്പം എല്ലാ കാര്യത്തിലും നമുക്കൊരു മാർഗദർശിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഡയറക്ടർ നബീല മാം എന്ത് സംശയം ചോദിച്ചാൽ എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് എന്ത് കാര്യവും നമുക്ക് നമ്മുടെ വിഷമങ്ങൾ സംസാരിക്കാം, എന്ത് കാര്യങ്ങളും അവരോട് നമുക്ക് പങ്കുവയ്ക്കാം. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു കൂട്ടായ്മയാണ് ഈ ഒരു പിങ്ക് ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീഡേഴ്സ്, ഒരുപാട് ലീഡേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ വന്നതിന് ശേഷം ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അതിന് മുമ്പേ ആ ഒരു സ്കില്ല് തിരിച്ചറിഞ്ഞവരുണ്ട്. അങ്ങനെ പല തരത്തിലും പല കാറ്റഗറിയിൽ പെട്ടവരാണ് ഇതിനകത്ത് വന്നിട്ട് ഒരു കൂട്ടായ്മയായിട്ട് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു മേഖലയിൽ, നമ്മുടെ ഈ ഒരു പിങ്ക് ജോബിന്റെ ക്ലാസ് ഞാൻ വളരെ സന്തോഷത്തോടെ പറയണം, നമ്മൾ ഇന്ന് 21ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ 21ാമത്തെ ഈ ഒരു ക്ലാസ് ലീഡ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ബിമോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് അതുപോലെ കൗൺസിലറൊക്കെ ആയ ഒരു മാമാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ഓരോ ദിവസവും വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പൊ ഈ 21ാമത്തെ സെക്ഷനിൽ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യണം ബിമോൾ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനർ. അപ്പൊ മാമിനെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും അതുപോലെ പിങ്ക് ജോബിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ വളരെ ഹാർദവമായിട്ട് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു ജസ്മിൻ മാം. വോയിസ് ഓക്കെ അല്ലേ മാം? ജലദോഷം എന്ന് പറഞ്ഞിരുന്നു. ശ്വാസം മുട്ടിന്റെ ചെറിയൊരു അസ്വസ്ഥത ഉണ്ട്. ഞാനിപ്പോ കുറച്ച് മുന്നേ കൂടി നെബുലൈസ് ചെയ്തു, അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സൗണ്ട് ബ്രേക്ക് ആവും അറിയില്ല, ഇവിടെ മഴയുണ്ട്, അപ്പൊ അതിന്റെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. മഴ അവിടങ്ങളിലായിട്ടുണ്ട് 2 ദിവസം കൊണ്ട്. ഇവിടെ ഇപ്പൊ ഒന്ന് തുടങ്ങിയേ ഉള്ളൂ. ഇന്നിപ്പോ ഒരു 12 മണിക്ക് ശേഷം തുടങ്ങിയതാണ്. ഇപ്പൊ ഒന്ന് കുറഞ്ഞതുപോലെ ഉണ്ട്. കഴിയുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യാം. താല്പര്യമുള്ളവര് വീഡിയോ ഓൺ ചെയ്തിരുന്ന് കേൾക്കാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ. എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു, അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോയില് വന്ന കാണായിരുന്നു, പരിചയമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും. സൗണ്ട് കുറവുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ കൂടുതൽ സമയം വേസ്റ്റ് ആക്കണം. ഞാന് ലക്ഷദ്വീപ് സ്വദേശിനിയാണ്. ജാസ്മിൻ മാം പരിചയപ്പെടുത്തിയ പോലെ അത്ര വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നിങ്ങളുടെ മുന്നിൽ എത്രത്തോളം നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഈ ഒരു ശാരീരിക സ്ഥിതിയിൽ തന്നെ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും ഇൻഷാ അള്ളാ കഴിവിന്റെ പരമാവധി ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. ഇൻഷാ അള്ളാ. എന്നാ നിങ്ങളുമായിട്ട് ഇന്ന് ഡിപ്രഷൻ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു വിഷാദ രോഗം എന്ന് പറയാം. അപ്പൊ പൊതുവില് നമ്മള് സ്ത്രീകളിലാണ് പലതരത്തിലും അത് കൂടുതൽ കണ്ടുവരുന്നത്. പക്ഷെ നമ്മളാരും അത് അത്ര മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഈ വിഷാദ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവില് വരുന്ന മാനസികമായ രോഗങ്ങളുടെ ഇടയിൽ മനുഷ്യർക്ക് ഒരു പരിധിവരെ എല്ലാവർക്കും ഒരു പരിചിതമായ ഒരു വാക്കാണ് ഡിപ്രഷൻ. എല്ലാരും ഇങ്ങനെ പറയും ഞാന് കുറച്ച് ഡിപ്രഷനിലാണ്, ഞാനൊരു പ്രയാസത്തിലാണെന്ന് പറയേണ്ടതാണ്. അപ്പൊ ജീവിതത്തിലൂടെ ഉടനീളമുള്ള പലതരം പ്രശ്നങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു വൈകാരികമായ ഒരു പ്രയാസമാണ് ഡിപ്രഷൻ. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കുഞ്ഞുനാളിലെ ഒരു പരീക്ഷയിൽ തോറ്റതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ മേഖലകളിൽ നേരിടുന്ന പ്രയാസങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവരുടെ ഒരു മരണം ആവാം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെ എന്തെങ്കിലും ഒക്കെയുള്ള ഒരു അവസരങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമില്ലാതെ ഒരു മൂഡ് ഓഫ് പോലെ തോന്നുന്ന ഒരു അവസ്ഥ, വിഷാദമായ ഒരു ഭാവമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷന്റെ ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത് അങ്ങനെയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾക്ക് ഒരു ഉന്മേഷമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ. അതാണ് ഫസ്റ്റ് ഡിപ്രഷന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഈ ഒരു വിഷമാവസ്ഥ അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് പോലെയുള്ള സാഹചര്യം ഉണ്ടാവാം. പ്രത്യേകിച്ച് സന്ദർഭങ്ങളോ ഒരു പ്രത്യേക വ്യക്തിയോ ഒരു കാരണമോ ഉണ്ടാവണം എന്നൊന്നുമില്ല. എന്നാലും നമ്മൾക്ക് എന്തോ ഒരു ഉന്മേഷമില്ല. സ്ഥിരമായിട്ട് നമ്മൾ മുമ്പ് വളരെ ഇൻട്രസ്റ്റോടു കൂടി അല്ലെങ്കിൽ നല്ല ഉന്മേഷത്തോടു കൂടി ആവേശത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ, അതാണ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലക്ഷണങ്ങളായിട്ട് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ നമ്മള് സ്ഥിരമായി ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം അവർക്ക് വായിക്കാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ TV കാണുക, അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്യുക, അങ്ങനെ തുടങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്തൊരു ഭാവം നമ്മൾ കാണുകയാണെങ്കിൽ അതൊരു ഡിപ്രഷന്റെ ആരംഭമാണ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഒരു ക്ഷീണം, എന്തോ അധ്വാനിച്ചിട്ടില്ലെങ്കിലും ഒരു പണിയും ചെയ്തില്ലെങ്കിലും ശരീരത്തിൽ ക്ഷീണം തോന്നുന്ന അവസ്ഥ, അതും നമ്മളെ ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണ്. ഈ ക്ഷീണം മൂലം എപ്പോഴും വെറുതെ കിടക്കാൻ തോന്നുക, ഒരു ജോലിയും ചെയ്യാതിരിക്കാൻ തോന്നുക, നമുക്ക് ഒരുപാട് പണികൾ ചെയ്യാനുണ്ടെങ്കിൽ പോലും അതൊക്കെ അവിടെ ഇട്ടിട്ട് വെറുതെ ഇരിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ, ഇത് ഡിപ്രഷന്റെ രണ്ടാമത്തെ ഒരു ലക്ഷണമാണ്. പിന്നെന്ന് പറയുമ്പോ നമ്മള് ഉറക്കക്കുറവെന്ന് പറയും. ഉറക്കക്കുറവെന്ന് പറയുമ്പോൾ ഉറക്കം കിട്ടാത്ത ഒരവസ്ഥയല്ല, കിടന്നാൽ ഉറക്കമൊക്കെ വരും, ഉറങ്ങും, പക്ഷെ ഇടയ്ക്കിടെയുള്ള ഒരു ഞെട്ടി ഉണരല്, ഉറക്കം മുറിഞ്ഞു പോവുക, അങ്ങനെ പിന്നെ ഉറക്കം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗാഢമായ ഉറക്കത്തിലേക്ക് പോകാൻ പറ്റാതെ വരും. ഈ ഒരു അവസ്ഥയും ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അതേപോലെ വിശപ്പില്ലാത്ത അവസ്ഥ, നമ്മള് മുമ്പ് നല്ല ഇൻട്രസ്റ്റോട് കൂടി കഴിച്ചത് നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം തന്നെ തിന്നാനൊന്നും താല്പര്യം ഉണ്ടാവില്ല, അത് കണ്ടാലും ഒരു ആവേശവും മനസ്സിൽ തോന്നാതിരിക്കുക, അല്ലെങ്കിൽ അതിലൊരു ടേസ്റ്റും ഇല്ല എന്നുള്ള തോന്നുന്നില്ല. ഇതൊക്കെ ഒരു തരത്തിലെ ഡിപ്രഷന്റെ വേറൊരു ലക്ഷണങ്ങളാണ്. ഇനി അതുപോലെ വേറൊന്ന് പറയുകയാണെങ്കിൽ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, നമുക്ക് ഒരു ഏകാഗ്രത ഇല്ലാതെ ചെയ്യുന്ന ജോലികളൊന്നും ഭംഗിയാക്കാൻ പറ്റൂല,
അങ്ങനെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന ജോലി എങ്ങനെയാ ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളത് മറന്നു പോവുക. പകുതി കാര്യങ്ങൾ മറന്നു പോകുന്ന ആൾക്കാർ. അല്ലെങ്കിൽ ചെയ്യുന്നത് മുഴുവൻ പൊട്ടത്തരായിരിക്കും, തെറ്റുകളായിരിക്കും അധികവും നമ്മൾ അതിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതുപോലെ നമ്മള് ടെ പ്രവൃത്തിയിലും ചിന്തകളിലും എല്ലാം സ്പീഡ് കുറയുക, മാന്ദ്യത എന്നുള്ളത്. അത് നമ്മള് ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റാതെ വളരെ സ്ലോ ആയിട്ടായിരിക്കും മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് ഒരാള് ഒരു കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഉത്തരം കൊടുക്കുമ്പോൾ ഉത്തരം മുട്ടിയതുപോലെ ആലോചിച്ച് നിന്ന് പോകുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ ഒരു തരത്തില് ഡിപ്രഷന്റെ ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത്. പിന്നെ അതേപോലെ എനിക്കൊന്നിനും കഴിയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള ഒരുതരം വിഷാദമായ ഒരവസ്ഥ, മൂകമായ അവസ്ഥയിൽ കടന്നു പോവുക. അപ്പൊ ഞാനൊരു തോൽവിയാണ്, എന്നെ കൊണ്ട് ഒന്നിനും കഴിയൂല, ഒന്നിനും കൊള്ളൂല, ഞാൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഭാരമാണ്, ഞാനൊരു വേസ്റ്റ് ആണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ചിന്ത. എന്റെ ജീവിതത്തിൽ ഇനി നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് കാര്യമായിട്ടൊരു പ്രയോജനവും ഇല്ല എന്നുള്ള ഒരു തരം നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ അതും ഒരു തരം ഡിപ്രഷൻ. അതിപ്പം ചെറുപ്പത്തിലൊക്കെ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും ചില ചെറിയ കുഞ്ഞു തെറ്റുകളായിരിക്കാം, അതിനെ ഓർത്തെടുത്ത് അത് വലുതാക്കി വലുതാക്കി ഞാൻ അങ്ങനെ ഒരു ചെയ്തു പോയത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ ഇങ്ങനത്തെ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോ ഇങ്ങനത്തെ അവസ്ഥ വരുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നടക്കാം. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇവര് ജീവിതത്തോട് തന്നെ ഒരു തരം മടുപ്പായിരിക്കും. ഇനിയിപ്പോ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക്, ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതിലേക്കൊക്കെ ഇവരെത്തും. ഇത് ഇങ്ങനെ പോകുമ്പോൾ ഇത് ഡിപ്രഷന്റെ ഒരു കൂടിയ സ്റ്റേജിലായിട്ടാണ് വരിക. ഇനി അതുപോലെ ഈ ഒരു സിംറ്റംസ് എല്ലാം പൊതുവേ ഉള്ളതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ കുട്ടികളിലേക്ക് നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ എപ്പോഴും കാണുന്ന കാര്യമില്ലാതെ ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവം, ഏതിനും നമ്മൾ എന്ത് ചോദിച്ചാലും ദേഷ്യത്തിലായിരിക്കും മറുപടി തരിക. അതുപോലെ കളിപ്പാട്ടങ്ങളാണെങ്കിൽ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും വലിച്ചെറിയുന്ന ഒരു സ്വഭാവം. പിന്നെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിലേക്ക് പിന്നോക്കം പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു തരത്തില് ഡിപ്രഷന്റെ ലക്ഷണങ്ങളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ ടീനേജ് കുട്ടികളാണെങ്കിൽ, കൗമാരപ്രായക്കാരാണെങ്കിൽ അവർക്ക് ഒടുക്കത്തെ വിശപ്പെന്ന് പറയും. ഭയങ്കര വിശപ്പായിരിക്കും അവർക്ക്. ഭക്ഷണത്തോട് ആർത്തി എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് കഴിച്ചാലും എപ്പോ കിട്ടിയാലും അങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, അപ്പോഴും അതും വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡെല്ലാം ഇങ്ങനെ പോയി അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഫുൾ ടൈം ഉറങ്ങാൻ തോന്നുക, ഒന്നിലേക്കും ഇൻവോൾവ് ആവാതെ പുറത്തേക്ക് ഇറങ്ങാതെ എപ്പോഴും ഉറക്കം തൂങ്ങി ഉറങ്ങി ഉറങ്ങി തീർക്കുക എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ അതും ഈ ഒരു തരം ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ. അത് പൊതുവിൽ ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് ഈ ഒരു അവസ്ഥ. പിന്നെ യുവാക്കളിലൊക്കെ ആവുകയാണെങ്കിൽ അവര് ലഹരിയോടുള്ള ആസക്തി ആയിട്ടായിരിക്കും ഇത് പൊതുവെ അങ്ങനെ തോന്നുക. പിന്നെ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മധ്യവയസ്കരിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അവരിൽ ശാരീരികമായ അസ്വസ്ഥതകൾ, അതിന് മനോജന്യ രോഗങ്ങൾ എന്ന് പറയും. ഇവർക്ക് എപ്പോഴും വിട്ടുമാറാത്ത കൈകാല് വേദന, കടച്ചില്, തരിപ്പ്, മുട്ടുവേദന, സന്ധിവേദന, അങ്ങനെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രയാസം കാണുന്നുണ്ടെങ്കിൽ മധ്യവയസ്കരിൽ അതും ഒരു തരത്തില് ഇവരുടെ ഡിപ്രഷൻ്റെതാണ്. പിന്നെ അതുപോലെ നെഞ്ചെരിച്ചിലുണ്ടാവുക, അങ്ങനെ പൊളിച്ചു തികട്ടല്, വയറെരിച്ചില്, അങ്ങനെയൊക്കെ പറയുമല്ലോ. നിങ്ങളൊക്കെ അതെന്ത് പറയുന്ന എനിക്ക് ഇത് തന്നെയാണോ അറിയില്ല. അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇനി ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണ്. എന്റെ ലാംഗ്വേജ് പ്രശ്നമാവുന്നുണ്ടോ എനിക്കറിയില്ല. പിന്നെ ഈ ഇല്ല ഇല്ല, ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് ഇവര് ഓക്കെ അല്ലേ, ഓക്കെ ശുദ്ധ അല്ലേ, മലയാളം തന്നെയാണ് പറയുന്നത്, കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ആ ആ ഈ അസിഡിറ്റി വരുമ്പോ ഇങ്ങനെ പുളിച്ചത് കിട്ടല് അങ്ങനെ പറയാറുണ്ട്. ആ അങ്ങനല്ലേ. ഞങ്ങളെ അവിടെയൊക്കെ നെഞ്ചരിച്ചില് കുളിച്ചുകെട്ടലൊക്കെ പറയും. പിന്നെ ഇവിടെ ഈ വേറെ ഭാഷ ഇങ്ങനെ നാട്ടിലൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചോദിച്ചു. അപ്പൊ ഓക്കെ. പിന്നെ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ച് മരുന്ന് കഴിച്ചാലും ഇവർക്ക് അത് മാറൂല, മാറാതെ നീണ്ടു നിൽക്കും. അതാണ് ഡിപ്രഷന്റെ സിംറ്റംസ് ആയിട്ട് കണക്ക് കൂട്ടേണ്ടത്. പിന്നെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ളതാണ്. അതായത് നമ്മള് സ്ത്രീകളിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീ മെൻസ്ട്രൽ
സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഡിപ്രഷൻ ടൈപ്പ് വരുന്നത്. അതായത് പീരീഡ്സ് തുടങ്ങുന്നതിന് ഒരു 3-4 ദിവസം മുന്നേ നമ്മളിൽ കണ്ടുവരുന്ന ഒരുതരം മൂഡ് ചേഞ്ച്. അത് നമ്മൾ ആ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ അതൊരു തരം കാറ്റഗറിയിൽ പെടും. പിന്നെന്ന് പറയുമ്പോ പിന്നെ കുട്ടികളിലൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞ ഈ വെള്ളം കുടിച്ചു. പിന്നെ കുട്ടികളിൽ വരുന്ന ഈ ഉള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ട് അവർക്ക് സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റാതെ വരും. ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുന്ന സമയത്ത് റേഞ്ച് ഇല്ല, ഒന്നും അറിയണില്ല. ഉണ്ടാവും. റേഞ്ച് ക്ലിയർ ആവണില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? കേൾക്കുന്നില്ലേ? റേഞ്ച് ഇല്ലാഞ്ഞിട്ട്. അവിടെ പ്രശ്നമാണ്. മാമിന്റെ പ്രോബ്ലം. എല്ലാവർക്കും അങ്ങനെയാണോ? ഇപ്പൊ കുഴപ്പമില്ല. നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും. ഞാൻ കുറച്ച് സമയം വീഡിയോ കുഴപ്പമില്ല, പറഞ്ഞോ, കാര്യം പറഞ്ഞാ മതി. വീഡിയോ ഓഫ് ആക്കിക്കോളൂ തീരെ പറ്റുന്നില്ലെങ്കിൽ. ഇപ്പം ഓക്കെ ആണോ? എന്റെ വോയിസ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇതിപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? സോറി കേട്ടോ, ഇവിടെ നെറ്റ്വർക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. ഇനി ഓക്കെ, കുഴപ്പമില്ല, മാം കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി വീഡിയോ ഓഫ് ചെയ്തിടുവാണ്. കുറച്ചും കൂടെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഓൺ ചെയ്തിടുമ്പോ. പിന്നെ ഈ PDD എന്ന് പറയുന്ന ഒരു വളരെ വീണ്ടും കട്ടായി. ഇത് നമ്മൾക്ക് ഹലോ, എന്നോടാണോ? ചെറിയതായിട്ട് വീണ്ടും കട്ടായി പോരുന്നു. അപ്പൊ പറഞ്ഞോളൂ, ഇപ്പൊ ഓക്കെ ആണ്. നെറ്റ് പോകുന്നുണ്ട്, ഇങ്ങനെ പോയി വന്ന് അതൊരു ഡിസ്റ്റർബ് വരുന്നു.
സംസാരിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കുന്നത് ഉണ്ടാവുന്ന ഒരുതരം ഡിപ്രഷൻ രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ ഞാനൊരു നിത്യരോഗിയാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തയിൽ നിന്നുള്ള ഒരു തരം മാനസിക പ്രയാസം നമ്മളിൽ ഉണ്ടാവലുണ്ട്. അതുപോലെ പ്രീനേറ്റലും പോസ്റ്റ് പാർട്ടവും എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള വിഷാദരോഗം, അതായത് നമ്മളെ ഗർഭകാലവും പ്രസവത്തിന് ശേഷവുമുള്ള സമയം, അത് നമ്മൾ അത്ര വരെ ഒരു പെൺകുട്ടി ആയിട്ടുള്ള ഒരു ലേബലിൽ നിന്ന് ഒരു അമ്മ എന്ന ഒരു ലേബലിലേക്കുള്ള ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന നന്നായിട്ട് റേഞ്ച് ഇഷ്യൂ ഉണ്ട്, കേൾക്കുന്നില്ല. ഒരു തരം പ്രയാസമാണ് പ്രീനേറ്റൽ എന്ന് പറയുന്നത്. ആഴ്ചകൾക്കുള്ളിൽ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു തരം വിഷാദാവസ്ഥ ആണ്. ഫസ്റ്റ് തൊട്ട് പറയടേ, ഇത്ര നേരം കട്ടായിരുന്നു. അയ്യോ, പോസ്റ്റ് പാർട്ടം മുതൽ പറഞ്ഞാ മതി. ആണോ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളെ ഒരു സ്ത്രീ പ്രസവിച്ച് ഒരു കുഞ്ഞ് ജനിച്ച് ആഴ്ചകൾക്കുള്ളിൽ നമ്മളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു തരം ഡിപ്രഷൻ ആണ് ഈ ഇത് പറയുന്നത്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞത് ബ്രേക്ക് ആയിരുന്നു എന്ന് തോന്നുന്നു. ഡിസ്റപ്റ്റീവ് മൂഡ് റെഗുലേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്, ഇത് കുട്ടികൾ നേരത്തെ സിംറ്റംസ് പറഞ്ഞപ്പോൾ സ്വഭാവവും എല്ലാം കാണുന്നത്. ഇത് 10 വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് സാധാരണ തുടങ്ങുന്നത്. 10 വയസ്സിൽ നിന്നാണ് തുടങ്ങി വരിക. പിന്നെ ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, പാരമ്പര്യമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ആർക്കെങ്കിലും നമ്മളെ മുൻ തലമുറയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ ഈ കുടുംബ ബന്ധത്തിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുമ്പോൾ എന്ന് പറയും, അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് സാമൂഹികമായ കാരണങ്ങളാണ്. നമ്മളെ ചുറ്റുപാടുകള് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങള്. ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് അവരുടെ കുട്ടിക്കാലത്ത് നേരിടുന്ന അനുഭവങ്ങൾ അവരുടെ ഉള്ളിൽ എക്കാലത്തേക്കും സ്റ്റോറായി നിൽക്കുന്നതാണ്. ആ ഒരു ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പക്ഷെ വലിയൊരു വേദനയൊക്കെ ആണെങ്കിൽ അവര് മുതിർന്നു വരുന്നതിനനുസരിച്ച് അത് ചിലപ്പം അവരിൽ നിന്ന് ഡിപ്രഷനിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമതായിട്ടൊരു റീസൺ പറയുന്നത് നമ്മളെ തലച്ചോറിൽ ഉണ്ടാവുന്ന രാസവസ്തുക്കളുടെ ഏറ്റക്കുറച്ചിലുകളാണ്. അവയുടെ ഡിസോർഡർ മൂലവും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇനി പറയുന്നത് ഇതിനൊരു പരിഹാരം എങ്ങനെ നമുക്ക് കണ്ടെത്താന്നുള്ളതാണ്. ഡിപ്രഷൻ കേസ് ഉള്ള ഒരാൾക്ക് എങ്ങനെ ആവശ്യമായ ചികിത്സകൾ കൊടുക്കാന്നുള്ളത് ഭ്രാന്തിയായിട്ട് മുദ്ര കുത്തുമോ? ഹലോ, കട്ടായി പോയിരുന്നു. അതിന്റെ ചികിത്സാ രീതികളാണ് അറിയേണ്ടത്. ഓക്കെ. ചികിത്സാ രീതികൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക്
ആദ്യമേ മനുഷ്യർക്ക് പലർക്കും ഉള്ള ഒരു ധാരണയാണ് ശരീരത്തിന് രോഗം വന്നു കഴിഞ്ഞാല് ചികിത്സിക്കാം, എത്ര പൈസ ചെലവാക്കാം, എവിടെ വേണേലും പോവാം, അതിനൊന്നും ഒരു മടിയും മനുഷ്യരിൽ ഉണ്ടാവില്ല. എന്നാൽ ഈ മനസ്സിന് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാരും ചിന്തിക്കുന്നത് ഇതിനൊരു ചികിത്സ തേടി ഞാൻ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാല് എന്റെ ഒരു മനോരോഗിയായിട്ട് അല്ലെങ്കിൽ ഭ്രാന്തിയായിട്ട് മുദ്രകൂട്ടപ്പെടുമോ, സമൂഹത്തിൽ ഞാൻ ഇങ്ങനെ തഴയപ്പെടുമോ എന്നുള്ള കാരണം കൊണ്ടൊക്കെ തന്നെ പലരും ഇത്തരം പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിച്ചാലും തുറന്ന് പറയാനോ വേണ്ട ചികിത്സ സമയത്ത് തേടാനോ മടിച്ചു നിൽക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. നമ്മള് സാധാരണ വിരൽ മുറിഞ്ഞ മുറിയിൽ മരുന്ന് വെച്ചാണ് അതിൽ ശ്രമിക്കണം, എന്നാൽ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പക്ഷെ പലരും അറിയാവുന്നവര് തന്നെ പലരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും പിന്നോക്കമാണ് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. കാരണം സമൂഹത്തിന്റെ കണ്ണില് നമ്മൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ നമ്മള് വേറെ ഏതോ ലെവലാണ് അങ്ങനെ കാണുമോ എന്നുള്ളൊരു തോന്നലിൽ നിന്ന് പലരും പിന്നോക്കമാണ് നിൽക്കുന്നത്. അങ്ങനെ ഇത് സാധാരണ ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗം പോലെ തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്ന രോഗം തന്നെയാണ് മനസ്സിലുണ്ടാവുന്ന പ്രയാസങ്ങളും എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മളുടെ ഈ ഡിപ്രഷൻ തന്നെ 3 തരത്തിൽ, വളരെ കാഠിന്യമേറിയതും ഉണ്ടാവും, ഒരു മീഡിയം ലെവലുള്ളതും ഉണ്ടാവും, പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള തരത്തിലും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മളെ ചിന്താ വൈകല്യങ്ങൾ എവിടെയാണുള്ളതെന്ന് കണ്ടെത്തി മാറ്റി ക്ലിയർ അല്ല, ഒന്നും കേൾക്കില്ല. അതെ, റേഞ്ച് ഇഷ്യൂ നന്നായിട്ടുണ്ട്. കേക്കാവോ? ആ പോയി, വീണ്ടും പോയി. ഇനി പറഞ്ഞോളൂ. ഇടക്കിടക്ക് പോയി വന്ന് നിക്കാണ്. അതായത് നമ്മള് പിന്നെ റിലാക്സേഷൻ ആയിട്ട് കിട്ടുന്ന ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ മാറ്റം വരുത്തി ചിട്ടയായ ജീവിതം ഉണ്ടാക്കി അടുക്കും ചിട്ടയും വരുത്തിക്കൊണ്ടും കൃത്യമായ വ്യായാമ രീതികളിലൂടെയും ഒക്കെ നമ്മൾക്ക് ഈ ഡിപ്രഷന് പരിഹാരം ഉണ്ടാക്കാം. പിന്നെ ഈ മോഡറേറ്റ് ആയിട്ടുള്ള, അതായത് കൂടിയ ലെവലിലുള്ള കേസ് ആണെങ്കിൽ അതിന് മരുന്നും കൂടെ ആവശ്യമാണ്. ഈ മരുന്ന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ഈ രാസപദാർത്ഥങ്ങളിലെ അളവുകളൊക്കെ ക്രമീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മരുന്ന്. അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുക. ഈ മരുന്ന് എന്ന് പറയുമ്പോൾ ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. ഒരു 9 മാസം മുതൽ 1 വർഷം വരെയൊക്കെ കണ്ടിന്യൂസ് കഴിക്കേണ്ടതുള്ളൂ. പിന്നെ അങ്ങോട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോസ് കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായിട്ട് നിർത്തിയെടുക്കാനും അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറാനും നമ്മൾക്ക് കഴിയും. പക്ഷെ പലർക്കും പേടിയാണ്, മരുന്ന് കഴിക്കേണ്ടി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ behavioral therapy, hypnotherapy. വോയിസ് പ്രശ്നമുണ്ടോ? ചെറുതായിട്ട് ഉണ്ട്. അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. വീട്ടില് മാക്സിമം നെറ്റ് കിട്ടുന്ന സ്പേസാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ മഴയുടെ ഇഷ്യൂ ആയിരിക്കാന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല, കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് ആവശ്യമായ ഒരു ടോപ്പിക് ആയിരുന്നു. കാരണം പ്രത്യേകിച്ച് ഇന്ന് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരിലാണ് ഈ ഡിപ്രഷൻ പ്രോബ്ലം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്.
സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നതും, എന്നാൽ പെട്ടെന്ന് തന്നെ അതിനെ ഓവർകം ചെയ്യുന്നതും സ്ത്രീകളാണ്. പക്ഷെ മാം ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞാലോ അങ്ങനെയൊക്കെ ഉള്ള കുറെ തെറ്റിദ്ധാരണകൾ കാരണം നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോയി തലയിടാതെ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ആരടുത്തും പറയാനും പറ്റില്ല, പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും സാധിക്കില്ല മറ്റുള്ളവർക്ക്. അങ്ങനെ ഒരു ഇപ്പൊ നിനക്ക് എന്തിന്റെ കേടാ എന്ന് ചോദിക്കും. ചിലപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇന്ന് നടക്കുന്ന സംഭവം ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ഈ ഡിപ്രഷന്റെ കാരണം. ഈ പറഞ്ഞതുപോലെ നമുക്കുണ്ടാകുന്ന മൂഡ് ചേഞ്ച്, ഈ നമ്മുടെ ഹോർമോൺ ചേഞ്ച്, അതുപോലെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ കുട്ടിക്കാലത്തെ പ്രശ്നങ്ങളായിരിക്കാം ഉള്ളിൽ കിടന്നിട്ട് അതൊരു അസുഖമായിട്ട് രൂപപ്പെടുന്നത്. ഒരാൾക്ക് ഒരു ചെറിയൊരു പ്രശ്നം സ്കൂളിൽ വെച്ചുണ്ടായിട്ട് അവർക്കത് പ്രകടമായി തുടങ്ങിയത് ഏകദേശം ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. എന്തോ ഒരു സെയിം ഇൻസിഡന്റ് നടന്നപ്പോൾ അന്ന് കുറച്ചുകാലം അവർ ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്തു, വിവാഹമൊക്കെ കഴിഞ്ഞു, ഹയർ സ്റ്റഡീസിനൊക്കെ പോയി, വിവാഹം കഴിഞ്ഞു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് പെട്ടെന്നൊരു ദിവസം ഇവർക്ക് ഈ ഒരു സെയിം ഇൻസിഡന്റ് വന്നപ്പോൾ ഒരുപാട് അങ്ങ് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. ഫുഡ് കഴിക്കുന്നില്ല, ടോയ്ലറ്റിൽ പോകുന്നില്ല, എത്രയോ ദിവസം ആഹാരം കഴിക്കുന്നില്ല, ടോയ്ലറ്റിൽ പോകുന്നില്ല, കുളിക്കുന്നില്ല. ഒരു 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 വല്ലാത്തൊരവസ്ഥയിൽ ഒരു മൂഡ് ചേഞ്ച് ഉണ്ടായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങ് ഇരിക്കുകയാണ്. ഒരു ആംഗിളിൽ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം അവരെ കൊണ്ടുപോയി ചികിത്സിച്ചു, അത് ഭേദമാക്കി എടുത്തു. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ കൂടെ നിൽക്കുന്നവര് കൂടി ആകെ അങ്കലാപ്പിലേക്ക് പോവാതെ നമ്മൾ എന്ത് ചെയ്യാം, ഉചിതമായ തീരുമാനം എടുക്കാം. അത് ചിലപ്പോൾ നമ്മുടെ മക്കൾക്കാവാം, ചിലപ്പോൾ നമ്മൾക്കാവാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളാവാം, ആരായാലും അവരെ ചേർത്ത് നിർത്തുക, സമാധാനം കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ചികിത്സ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വരാനുള്ള പ്രധാന കാരണം ഇപ്പൊ പറഞ്ഞല്ലോ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതുപോലെ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം, അതൊക്കെ ഈ നമുക്ക് പീരീഡ്സ് ആവുന്നതിന് 2-3 ദിവസം മുമ്പേ കണ്ടു തുടങ്ങുന്ന ഒരു പ്രശ്നമാണ്. ചില സ്ത്രീകൾക്ക് ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ പീരീഡ്സ് ആവുകയും അതിനും 2-3 ദിവസം മുന്നേ തന്നെ ഈ ഒരു സിംറ്റംസ് ഒക്കെ ഇങ്ങനെ കാണിക്കുക. അതായത് മൂഡ് ചേഞ്ച്, ദേഷ്യം. ചിലർക്ക് ദേഷ്യം വരത്തില്ല, അതിനത്രയും അവർക്ക് പെട്ടെന്ന് സങ്കടം വരും, ഇമോഷണൽ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ആ ഒരു മൂഡ് ചേഞ്ച് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇതിനെ നമുക്ക് തന്നെ സ്വയം നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും നല്ലൊരു ഒരു റെമഡി എന്ന് പറയുന്നത് ഈ എടുത്തു വിടുന്ന ഒരു യോഗ ഉണ്ടല്ലോ, അതായത് ബ്രീത്തിങ് കൺട്രോൾ ചെയ്താല്, ഇപ്പോ പ്രാണായാമം എന്നൊക്കെ പറയും, അത് ചെയ്താല്, ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ ചെയ്താല് നമുക്ക് അതൊരു പരിധി വരെയൊക്കെ നമുക്കത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അപ്പോ ഇങ്ങനെയുള്ള സ്റ്റേജിലേക്ക് നമ്മൾ പോയാൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു വൈദ്യ പരിശോധന തേടുക എന്നുള്ളതാണ്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മരുന്ന് കുറിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടാല് അവര് രോഗം നിർണയിച്ചിട്ട് വേണമെങ്കിൽ മാത്രം അവര് മരുന്ന് നമുക്ക് എഴുതി തരുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കാണാം. പിന്നെ ഇത് നമ്മൾ ഫിസിക്കലി ഇത് പോയാൽ നമുക്ക് പ്രശ്നമാണ്, നമുക്ക് ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ വഴി കൺസൾട്ടിങ് ഉണ്ട്. ഇനിയിപ്പോ ഇത് ഒന്നും പറ്റില്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അറിയുന്നവരെ നമ്മളുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് തന്നാൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഉണ്ട് ഒരുപാട് കൗൺസിലേഴ്സ്, സൈക്കോ തെറാപ്പിസ്റ്റ്, ഒരുപാട് പേര് നമുക്ക് ഇതിനകത്ത് തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ വിംബിൾ അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ തന്നെ പലരുണ്ട്. ഇപ്പൊ തന്നെ ബിമോൾ, അവര് സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആരോടും പറയാണ്ട്, വീട്ടിലിരിക്കുന്നവരോട് പോലും പറയാതെ നമുക്കിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സൊല്യൂഷൻ കണ്ടെത്താം. അപ്പൊ ഇന്ന് ഇതൊന്നും നമുക്ക് വിദൂരത്തിലല്ല, എല്ലാം നമ്മുടെ കൈത്തുമ്പിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്. അത് നമ്മളെ കേൾക്കുന്ന ആൾക്കാരെ ആയിരിക്കണം, അല്ലാതെ ഒരു പ്രശ്നം പോയി പറയുമ്പോൾ 10 പ്രശ്നം ഇങ്ങോട്ട് പറയുന്നവരോടായിരിക്കരുത്.
നമ്മളെയൊക്കെ പോലെ ഇതിനകത്ത് ഇപ്പൊ നബീല മാം ഒരുപാട് കോഴ്സുകൾ ചെയ്ത ആളാണ്. ഇപ്പോ നിങ്ങൾക്കറിയാലോ ഹീലിംഗ് സോണിന്റെ കീഴിൽ ഒരുപാട് കോഴ്സുകൾ സാറ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് നബീല മാം എന്ന് പറയുന്നത്. അവരോട് നിങ്ങൾക്ക് സംസാരിക്കാം, നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, എന്ത് പ്രശ്നങ്ങൾ വന്നാലും. അതാണ് പറയുന്നത്, എപ്പോഴും നിങ്ങളൊന്ന് മനസ്സ് തുറക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ ഈ ഒരു കൂട്ടായ്മ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മൾ ശാക്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സൈഡിൽ ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ ഒതുങ്ങി കൂടിയിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും മാറ്റം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മൾ ഈ പറഞ്ഞു തരുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കുക, നമുക്ക് പറ്റുന്ന ടിപ്സുകളൊക്കെ എഴുതി വെച്ചിട്ട് അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ കണ്ടാൽ, അപ്പോൾ നമുക്ക് തന്നെ ആവണമെന്നില്ല, ഈ ഒരു നോളജ് നമ്മൾ കേട്ട് മനസ്സിലാക്കി വെച്ചിരുന്നാൽ അതിന്റെ ആ ഒരു സിംറ്റംസ്, അതിന്റെ ഈ ഒരു ഇതൊക്കെ കാണിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണോ എന്നുള്ളൊരു സംശയത്തോടു കൂടി നമുക്ക് വീക്ഷിക്കാനും അതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പൊ ഒരു സാധാരണ വീട്ടമ്മയാണ് എന്നൊരു ലേബലിൽ ഒതുങ്ങിക്കൂടാതെ നമ്മളെല്ലാവരും, ഞാൻ എപ്പോഴും പറയുന്നവരാണ്, ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ട്, അത് കണ്ടെത്തുക, നമ്മൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ ചുറ്റാകെ നിൽക്കുന്നവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത്. അപ്പോൾ നമ്മുടെ ബീമോളുടെ ക്ലാസ് മാം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മാമിന് ജലദോഷമായിരുന്നു, ഈ ക്ലാസ്സിന് വരാന്ന് പറഞ്ഞതിന് ശേഷമാണ് അസുഖങ്ങൾ, ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നത്. ഓക്കെ, പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റി. എന്തായാലും ഇത് ഒരു വോയിസ് ആയിട്ടെങ്കിലും അയച്ചിട്ട് നമുക്ക് ഇതിന്റെ ക്ലാസ്സുകൾ നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം. ഈ ഒരു ഇവിടെ മിസ്സായിപ്പോയ നമുക്ക് കോണ്ടന്റ് കുറച്ച് മിസ്സായിട്ടുണ്ട്. അത് നമുക്ക് മാം വാട്സാപ്പിൽ വോയിസ് റെക്കോർഡ് തരും. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ ചോദിക്കുകയോ ചെയ്യാം. അത് മാമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ എന്നവണ്ണം അവരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് അതിന് മറുപടി വാങ്ങിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പരസ്പരം കൈമാറിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തി മുന്നോട്ട് പോകണം. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഡള്ളായി നിൽക്കുന്നു, ബിസിനസ് ചെയ്യാനൊരൊന്നും തോന്നില്ല, ജോലി ചെയ്യാൻ തോന്നില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയുന്നവര് ചിലപ്പോൾ ഈ ഒരു ഡിപ്രഷന്റെ ചെറിയൊരു ഇതിലേക്ക് പോകുന്നവരായിരിക്കാം. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും തോന്നില്ല. ഈ പറഞ്ഞ പോലെ മനസ്സിന്റെ പ്രയാസം ശരീരത്തെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രായപൂർത്തി ആവുന്നതിന് മുമ്പേ തന്നെ ഏജ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ തൊലി ചുക്കി ചുളിഞ്ഞ് നമ്മളൊരു വയസ്സായ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും ഭൂമിയിൽ ഇല്ല. പക്ഷെ നമ്മൾ സൊല്യൂഷൻ തേടി പോവണം. സൊല്യൂഷൻ തേടി പോവാണ്ട് എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി എന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ അതും പറയാം. ഇന്നത്തെ ടോപ്പിക് നല്ലൊരു ടോപ്പിക്കായിരുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന. റേഞ്ച് ഇഷ്യൂ കാരണം ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും നല്ല കേട്ടിടത്തോളം നല്ല കാര്യങ്ങളാണ്, എല്ലാം മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു സിന മാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ആർക്കും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് മാം. ഓക്കെ, ഫസ്റ്റ് ടൈം തന്നെ മാമിന് ഒരു താങ്ക്സ് പറയാണ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് തന്നെ മാമിന്റെ വോയിസ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സമയത്തും ക്ലാസ് എടുക്കാൻ വന്നല്ലോ. താങ്ക് യു മാം. ഇതേപോലെ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം നമുക്ക് കുറച്ച് വോയിസ് കട്ട് ആയിട്ടുണ്ട്. അത് മാം വോയിസിലൂടെ അയച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞ പ്രോബ്ലം കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ എനിക്ക് പോലും തോന്നിയാ എനിക്ക് പ്രശ്നം ഉണ്ടോ, ഈ ഒരു വിഷയം ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കേണ്ടത്, പല ആളുകളും തന്നെ നമുക്ക് ശാരീരികമായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കും.
മൈൻഡിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമ്മളിങ്ങനെ അടക്കി പിടിച്ച് നിൽക്കും, പുറത്ത് പറയാതെ. അപ്പൊ ഇപ്പൊ നമ്മള് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളെ മൈൻഡിനാണ്. നമുക്ക് ഏതൊരു വിഷയമാണെങ്കിലും നമ്മുടെ ചിന്തകളിൽ നിന്നാണ് വാക്കുകളായിട്ടും പ്രവർത്തികളായിട്ടും അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ മൈൻഡ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ഒരാള് കല്ലെറിയുക അല്ലെങ്കിൽ ഒരാൾ അടിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറൂലേ? അല്ലാതെ നമ്മൾ അവിടെ നിന്ന് കൊടുക്കും, അന്ന് തല്ലിക്കോ അല്ലെങ്കിൽ എറിഞ്ഞോ പറഞ്ഞ് നിന്ന് കൊടുക്കൂലല്ലോ. എന്നാൽ നമ്മളെ മൈൻഡിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരാളെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, റിജക്ട് ചെയ്യേണ്ടത് റിജക്ട് ചെയ്യുക. അതേപോലെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഇടമല്ല നമ്മളുടെ മൈൻഡ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ മൈൻഡ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. അത് മറ്റൊരാൾ വന്നിട്ട് അത് ഹെൽത്തി ആക്കൂല, അത് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. ഈ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ശാരീരിക ആരോഗ്യവും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോ ശാരീരിക തുടർച്ചയായിട്ട് ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ടല്ലോ. അവരുടെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നത്തെ അവരിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു റീസൺസ് ഉണ്ടാവില്ല, വെറുതെ ഇരുന്നിട്ട് നെഗറ്റീവ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരം ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. അപ്പോൾ പ്രതിരോധ ശേഷി കുറയും. അത് വേറൊരു ടോപ്പിക് തന്നെയാണ്, നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പൊ നമ്മളുടെ മൈൻഡ് എപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക. അതേപോലെ മൈൻഡിന്റെ ആരോഗ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു നബീല മാം. അതുപോലെ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും, നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന ബിമോൾ മാമിന് നല്ല ചുമയും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ക്ലാസ് എടുത്തു. അതുപോലെ ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പിങ്ക് ജോബിന്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് വേറെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ക്ലാസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടീമുമായിട്ട് വരിക, എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കോണ്ടാക്ട് സ്ട്രെങ്ത് കൂട്ടാനുള്ള ഒരു ടൂളായിട്ട് ഈ ഒരു ക്ലാസ്സുകളെ കണക്കാക്കുക. ബാക്കി പുറത്തുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.